my dearest friend on earth. There's no way to tell your worth. I could sail the distant sea, still be lonely. And God said it's not good for man to be alone. And I believe that you're my one and only. നമ്മൾ പ്രാർത്ഥിച്ച് ഇന്ന് ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു പോകുന്നു. ഈ പകൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം സഹായിക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വലിയ ദൈവ സാന്നിധ്യം ഓരോ ശുശ്രൂഷകൾ അനുഭവിക്കാൻ ഇടയാകാനിടയായി ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും എനിക്ക് സമയം സ്തോത്രം ചെയ്തായിട്ട് വാഴ്ത്തുക നീ മനമേ എൻ പാരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പാരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക സങ്കീർത്തനം. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചു ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ അഭിഷേകത്തിനെ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരമരുളും. ചിലർ രഥകളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. ദൈവത്തിന് നമ്മുടെ കണ്ണുകളെല്ലാം അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ഈ വാത്സല്യ പൈതലിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ നല്ല പകലിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, സ്തോത്രം. പ്രിയ വാത്സല്യ ഭവനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ബാബുശാനായി, പ്രിയ മോനിമാമിക്കായി പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം അവരെ നടത്തിയല്ലോ, അവരുടെ വിശേഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ശിശുനായി ശിശുക്കായി കുഞ്ഞുങ്ങൾക്കായി
സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രിയ പൈതൽ ഷിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവന്റെ ജനനം മുതൽ ഇതുവരെ കർത്താവിന്റെ കൃപ കൊണ്ട് സഹായിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവൻ മാന്യമായ കർത്താവെ വിദ്യാഭ്യാസം കർത്താവ് ഒരുക്കി കൊടുത്തു. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ ജോലി കർത്താവ് കൊടുത്തു. കർത്താവെ സ്തോത്രം, അങ്ങയുടെ വിളി കേട്ടതനുസരിച്ച് കർത്താവെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് കർത്താവിന്റെ വചനം പഠിച്ച് നല്ലൊരു ശുശ്രൂഷകനായി ഒരു സഭയുടെ കർത്താവെ ചുമതല വഹിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രിയ പൈതലെ ഒരുക്കിയെടുത്തതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളായി മാതാപിതാക്കളായി സഹോദരങ്ങളായി ബന്ധുക്കളായി ചാർച്ചക്കാരായി ദൈവമക്കളായി ദൈവദാസന്മാരായി ഞങ്ങൾ കർത്താവെ പ്രിയ പൈതലെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തക്ക സമയത്ത് കർത്താവെ പ്രിയ പൈതലിന് വേണ്ടി തക്ക തുണയെ കർത്താവ് ഒരുക്കിയതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ കർത്താവെ പ്രിയ പൈതലിന്റെ വിവാഹനിശ്ചയം നടപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ഇതുപോലെ കാലം കർത്താവെ സ്വന്തം കർത്താവെ പ്രിയ പൈതൽ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ പോകുകയാണല്ലോ. ഇതുപോലെ കർത്താവെ ഇവിടുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന നിമിഷം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം കൊടുത്ത് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ നടക്കുന്ന വിവാഹശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ പൈതലിന് വേണ്ടി കർത്താവെ ഒരുക്കിയിരിക്കുന്ന പ്രിയ മകൾ വിജയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവെ മാതാപിതാക്കളെ ഓർക്കുന്നു. സഹോദരി കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവെ സ്തോത്രം അവിടെ നിന്ന് യാത്രയാകുന്നല്ലോ. അവരുടെ യാത്രയിൽ കർത്താവിന്റെ കൃപ കൊണ്ട് സഹായിക്കണമേ. സമാധാനത്തോടെ എത്തുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് എവിടെയെല്ലാം നിന്ന് കർത്താവെ പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വരുന്നു, അവരുടെ യാത്രയിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കൃപയും കൊണ്ട് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. രാവിലെ കല്യാണത്തിന്റെ കർത്താവെ പോരായ്മകളെ നികത്തിനായി കർത്താവിന്റെ സാന്നിധ്യം ഇതുപോലെ കാലം നടക്കുന്ന ശുശ്രൂഷയിൽ ഇറങ്ങി വന്ന് എല്ലാ കർത്താവെ പോരായ്മകളെ നികത്തി അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ കർത്താവെ ഞങ്ങൾക്ക് ലഭ്യമാക്കി തീർക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. അങ്ങയുടെ കർത്താവെ ഹല്ലേലൂയ കൃപ അനുഭവിപ്പാൻ കഴിയാതെ ആരെങ്കിലും ഇതുപോലെ കാലം ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നെങ്കിൽ കർത്താവെ അങ്ങയുടെ സ്നേഹവും കരുതലും കർത്താവെ കൃപയും അല്ലെങ്കിൽ കർത്താവെ പ്രിയപ്പെട്ടവർക്ക് അനുഭവിച്ച് കടന്നു പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഇതുപോലെ കാലം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ നിന്റെ മകനെ കർത്താവെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രിയ പൈതലിന് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കും. പ്രാർത്ഥനയാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കാവലും അവരെവരോടും കടന്നു പോകുന്ന ദൈവമക്കളോടും കാലം നടക്കുന്ന ശുശ്രൂഷയോടും കർത്താവിന്റെ മേഘപ്രത്യക്ഷ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കാലം ചെയ്യുന്ന ദൈവത്തിന് മഹത്വം കരേറ്റാം. So come with me, you'll see when the sun is shining, we climb the mountain. When the leaves are falling, I'm falling for you. When the winter comes, I'll keep you warm, I'll carry you through a springtime love. I'll carry you through a springtime love. When our lives begun, when we became one, the seasons come and go, but my love for you does flow. And by the grace of God who gave his life to you, I give my own. I give my own. When the sun is shining, we climb the mountain. ഞങ്ങളെ ഇരുത്തണമേ. പ്രാർത്ഥനയും യാതൊരു കേട്ടോട് സ്തോത്രം. കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ കേൾക്കുമാറാകണമേ. ഇവിടെ കൂടി വന്നിരിക്കുന്ന സഭയോട് ഞാൻ ദൈവനാമത്തിൽ ചോദിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കോന്നിത്താഴം വില്ലേജിൽ തൈരത്ത് വീട്ടിൽ ശ്രീമാൻ TM ചാക്കോയുടെയും സാറാമ്മ ചാക്കോയുടെയും മകൻ സുവിശേഷൻ ഷിജു T ചാക്കോ എന്ന ഈ യുവാവ് ഷിജുവിൻ്റെ
കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ വിടവൂർ വില്ലേജിൽ DP ഭവനിൽ ശ്രീ G ബാബുവിൻ്റെയും ശ്രീമതി ലീലാമ്മ ബാബുവിൻ്റെയും മകൾ ലിജി ബാബു എന്ന ഈ യുവതി വിജയനാഥ് കാലയുടെ ബന്ധുമിത്താലും ചാർച്ചക്കാരും സഭാ പ്രതിപുരുഷന്മാരും കൂടെ തീരുമാനിക്കുകയും ഇരു സഭയിലും ഇത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ വിവാഹം നടത്തുന്നതിന് തടസ്സമായി ആരെങ്കിലും എന്തെങ്കിലും കാര്യം ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഓഫീസിലോ പ്രിയപ്പെട്ടവരെയോ അറിയിച്ചിട്ടില്ല. ഈ വിവാഹം നടത്തിക്കൊടുക്കുന്ന തടസ്സമായി എന്തെങ്കിലും കാര്യം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായോ ദൈവവചനത്തിന് വിരുദ്ധമായോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് രേഖാമൂലം ഉത്തരവാദിത്തപ്പെട്ടവരെ ഓർപ്പിക്കാനുള്ള അവസരമാണ് ഇത്. അല്ലാതെ പക്ഷം നിങ്ങൾ മൗനമായിരിക്കുകയും ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവരുടെ വിവാഹത്തിന് സാക്ഷികളായിരിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ മൗനം സമ്മതമായി കണക്കിലെടുത്തുകൊണ്ട് ഇവരുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ശിശുവിനോട് ചോദിക്കുന്നു, ഇതിൻ്റെ സമീപം നിൽക്കുന്ന ലിജി എന്ന യുവതി എൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ എനിക്ക് സമ്മതമാണ്. ഞാൻ ശിശുവിനോട് വീണ്ടും ചോദിക്കുന്നു, സകല ഹൃദയങ്ങളെയും ഹൃദയരഹസ്യങ്ങളെയും അറിയുന്ന ദൈവസന്നിധി വിവാഹത്തിലേക്ക് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരമായി രഹസ്യമായ പരസ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. വീണ്ടും ശിശുവിനോട് ചോദിക്കുന്നു, ലിജിയെ ഭാര്യയായി സ്വീകരിച്ച ലിജിയെ സ്നേഹിച്ച് പോറ്റി പുലർത്തി വചനാനുസൃത കടപ്പാട് അനുഭവിച്ച് ലിജിയോട് മാത്രം ചേർന്നിരിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ലിജിമോട് ചോദിക്കുന്നു, ഇതിൻ്റെ സമീപം നിൽക്കുന്ന ഷിജു ടി ചാക്കോ എന്ന യുവാവിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കാൻ നമുക്ക് സമ്മതമാണ്. വീണ്ടും ലിജിമോട് ചോദിക്കുന്നു, സ്വരന്റെ ഹൃദയങ്ങളെയും ഹൃദയരഹസ്യങ്ങളെയും അറിയുന്ന ദൈവസഭയും വിവാഹത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും പ്രവേശിക്കുന്ന തടസ്സമായ രഹസ്യമായ പരസ്യമായ എന്ത കാര്യങ്ങൾ നിർത്തിവെക്കുന്നു. വീണ്ടും ലിജിയോട് ചോദിക്കുന്നു, ഷിജുവിനെ ഭർത്താവായി സ്വീകരിച്ച് അദ്ദേഹത്തെ അനുസരിച്ച് കീഴ്പ്പെട്ട് വചനാനുസൃത കടപ്പാട് അനുഭവിച്ച് ദൈവത്തോട് മാത്രം ചേർന്നിരിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. അത് ഈ സമൂഹം ഇത് നടത്തിക്കാൻ സമ്മതിച്ചു, അവരൊരു സമ്മതം അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിവാഹ ശുശ്രൂഷ നടത്തിക്കൊടുക്കാൻ പോകുകയാണ്. എല്ലാവർക്കും സദസ്സിലിരിക്കുന്നവർക്ക് എല്ലാവർക്കും സാധിക്കുന്നത് അല്ലാത്തതുകൊണ്ട് സ്റ്റേജിലിരിക്കുന്ന യുവദാസന്മാരെല്ലാവരും എഴുന്നേറ്റുന്ന ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്നതാണ്. അവർ എല്ലാവരും വിവാഹ ശുശ്രൂഷ നടത്തുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട യുവദാസന്മാരെ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഷിജുവിനോടും ലിജിയോടും ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ സഭ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥനയോടെയാണ് ഇവിടേക്ക് വന്നത്. 2 or 3 പേരെ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും ഞാനിവിടെ മധ്യയുള്ള വാക്യപ്രകാരം
കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവമാണ് നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന അധ്യായത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന ഈ നിമിഷം, ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടച്ച് നിങ്ങളുടെ തലകളെ ദൈവത്തിൽ വണക്കി ദൈവത്തോട്, ദൈവമേ, ഒരു മാതൃകയുള്ള ക്രിസ്തീയ കുടുംബജീവിതം നയിപ്പാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് മനഃപൂർവ്വമായി ക്ഷമിച്ച് ഞങ്ങളെ ശുശ്രൂഷയ്ക്കായി, ഈ ജീവിതത്തിനായി അവർ ഒരുക്കണമെന്ന് ഒന്നുകൂടെ ദൈവസംഘം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ, ഓരോ നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ഇവരെ സ്നേഹിക്കുന്ന സകല ദൈവമക്കളും ഒരു നിമിഷം ഇവർക്ക് വേണ്ടിയൊന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആദിമദമ്പതികളെ യോജിപ്പിച്ച പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവനാമത്തിൽ നിങ്ങളെ യോജിപ്പിക്കുന്നു. ഷിജു പറഞ്ഞത് ഞാൻ ലിജി ബാബുവാകുന്ന നിന്നെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം എൻ്റെ ഭാര്യയായി സ്വീകരിച്ചു കൊടുക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന എല്ലാ സാഹചര്യത്തിലും സുഖത്തിലും സമ്പത്തിനും ദാരിദ്ര്യത്തിലും അനാരോഗ്യത്തിലും നിന്നെ സ്നേഹിച്ച് നിന്നെ പോറ്റി പുലർത്തി നിന്റെ വിശ്വസ്ത ഭർത്താവായി നിന്നോട് മാത്രം ചേർന്നിരുന്നോളാമെന്ന് കർത്താവിന്റെ സന്നിധിയിൽ പിതാവായ ദൈവത്തെയും ശ്രേഷ്ഠദൂതന്മാരെയും വിശുദ്ധ സഭയെയും സാക്ഷിയാക്കി ഞാൻ നിന്നോട് പ്രാർത്ഥന ചെയ്യുന്നു. എൻ്റെ ഭർത്താവായി സ്വീകരിച്ചു. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് എല്ലാ സാഹചര്യത്തിലും സുഖത്തിനും ദുഃഖത്തിനും സമ്പത്തിനും ദാരിദ്ര്യത്തിനും ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും മരണത്താലും വേർപാടുണ്ടാകുന്നവരെ അങ്ങയെ അനുസരിച്ച് അങ്ങേക്ക് കീഴ്പ്പെട്ട് വചനാനുസരണമുള്ള കടപ്പാടുകൾ നിർവഹിച്ച് അങ്ങയുടെ വിശ്വസ്ത ഭാര്യയായി അങ്ങയോട് മാത്രം ചേർന്നിട്ടുള്ളാമെന്ന് കർത്താവിന്റെ സന്നിധിയിൽ പിതാവായ ദൈവത്തെയും ശ്രേഷ്ഠദൂതന്മാരെയും വിശുദ്ധ സഭയെയും സാക്ഷിയാക്കി ഞാൻ അങ്ങയോട് ഉടമ്പടി ചെയ്യുന്നു. കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു നല്ല ദിവസം, ഒരു നല്ല സമയം, ഒരു നല്ല നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനായി സ്തോത്രം. ആരംഭത്തിൻ്റെ അവസാനം കാണുന്ന ദൈവം, പൂർവ്വകാലങ്ങളിൽ വരുവാൻ അറിയുന്ന ദൈവം, പ്രിയ ഷിജുവിന് വേണ്ടി ലിജിക്ക് വേണ്ടി ഷിജുവിനെയും അവിടുന്ന് മുന്നമേ കരുതോർത്ത് ഞങ്ങൾ നമുക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവരുടെ ജന്മം മുതൽ ഇന്നുവരെയും ദൈവത്തിൻ്റെ കൃപ അവരോട് കൂടിയിരുന്നല്ലോ. അവർക്ക് വിദ്യാഭ്യാസം ദൈവം കൊടുത്തു. അതേ ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങയെ സ്നേഹിച്ച് മാനിച്ച് അങ്ങയുടെ ഇഷ്ടത്തിന് ജീവിപ്പാനുള്ള ഭാഗ്യം കൊടുത്തു. സുവിശേഷം എടുക്കാനുള്ള സമർപ്പണം ദൈവത്തിന് കൊടുത്തതിനാൽ സ്തോത്രം. ഇന്ന് കേൾക്കാതെ ദൈവനാമത്തിൽ അവർ ഉടമ്പടി ചെയ്ത് ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരു ഉത്തമ ആവശ്യമായ ശാരീരികവും മാനസികവും ആത്മീയമായ
എല്ലാ നന്മകളും കൊടുത്ത് ഈ മകനെ ദൈവം അനുഗ്രഹിക്കണമേ. വൃദ്ധ മണവാട്ടിക്ക് ആവശ്യമായ ശാരീരികവും മാനസികവും ആത്മീയവും സാമൂഹികവും സാംസ്കാരികവുമായ എല്ലാ നന്മകളും കൊടുത്ത് ഈ മകളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഉടമ്പടി മേൽ അവിടുന്ന് മുദ്രയിടുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മാതൃകയുള്ള ക്രിസ്തീയ കുടുംബജീവൻ നയിച്ച് അവർക്ക് തന്നെ അനുഗ്രഹമായിരിക്കാൻ, ഇരു കുടുംബങ്ങൾക്കും അനുഗ്രഹമായിരിക്കാൻ, സഭകൾക്ക് അനുഗ്രഹമായിരിക്കാൻ, ദൈവനാമത്തിന് മഹത്വമായിരിക്കാൻ ദൈവം ഇടയാക്കണമേ. അവിടുത്തെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധൈര്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നിങ്ങളുടെ കാര്യങ്ങളെ വിട്ടിട്ട് അതോടൊപ്പം തന്നെ ദൈവവചനം വായിക്കുവാനായിട്ട് 3 ദൈവദാസന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ദൈവദാസന്മാർ ക്രമത്തിൽ കടന്നു വന്ന ആ ദൈവവചനോടെ വായിക്കുവാൻ ദൈവനാമത്തിൽ വർദ്ധിക്കും. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനമല്ല നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒരു തൈകൾ പോലെ ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുവനാകും. യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിൽ സമാധാനം ഉണ്ടാകട്ടെ. ലേഖനം 5-22 മുതൽ 32 വരെയുള്ളതായ വേദഭാഗങ്ങളിൽ വായിക്കുന്നു. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താവിന് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവളെ വചനത്തോടുകൂടി ജലസ്നാനം താഴ്വെളുപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കരാച്ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ ദേശോടെ മുൻനിർത്തേണ്ടതിനെ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും നിങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ തന്നെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളെ പകച്ചിടുകയോ ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റിപ്പെടുകയത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലയോ? അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും തന്റെ ഭാര്യയെ സ്വന്തം ശരീരത്തെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകും.
എന്നാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുതെന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങളുടെ എഴുന്നേറ്റ് നിന്നാൽ നിങ്ങളുടെ പരസ്പരം കരഗ്രഹം കൊടുക്കാതെ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുതെന്ന് യേശു ഉത്തരം പറഞ്ഞു. ഷിജു ടി ചാക്കോ എന്ന ഈ യുവാവ് വിജി ബാബു എന്ന യുവതി പരസ്പരം സംബന്ധിച്ച് ദൈവസന്നിധിയിൽ ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്ത് ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്നുണ്ടോ എന്നുള്ള വിവരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഈ സഭയിൽ വിളംബരം ചെയ്തുകൊള്ളുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ നമ്മുടെ കാര്യങ്ങളെ ദൈവം സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് പ്രിയ ഷിജുവിനും ലിജിക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാൻ വളരെ സന്തോഷവാനായിരിക്കുന്നു. കാര്യം ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനറിയുടെ ഒരു പ്രൊഡക്റ്റാണ് പ്രിയ ഷിജു. മാത്രമല്ല ഷിജു ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് അനേക വർഷങ്ങളായിട്ട് ഇപ്പം പല സ്ഥലങ്ങളിലായിട്ട് യാത്ര ചെയ്യുകയും കർത്താവിനെ പ്രതിദാനം ചെയ്യുവാനായിട്ട് കർത്താവ് പ്രിയപ്പെട്ടവന് അവസരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ്. പ്രിയ ഷിജുവിന് തക്കതായ തുണ രുചിയിൽ കൂടെ കർത്താവ് നൽകിയതെന്ന് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. യേശു ക്രിസ്തുവിനെ ബൈബിളിൽ നമ്മൾ കാണുന്നത് ഈസ് ദ ലില്ലി ഓഫ് ദ വാലി. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നേച്ചറോടെ ആ ലില്ലി പുഷ്പം എങ്ങനെ ഒരു താഴ്വരയിൽ ശോഭിതമായി മനോഹരമായ ആ പൂവിൻ്റെ ആ രൂപം തന്നെയാണ് പ്രിയ ഷിജുവിന് ദൈവം നൽകിയിരിക്കുന്നത്. രണ്ടുപേരും രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള ലില്ലി പുഷ്പങ്ങളായി തീർന്നിരിക്കുകയാണ്. ലില്ലീസ് ഓഫ് എ ഡിഫറെൻറ്റ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ലില്ലി പുഷ്പം. ആ പുഷ്പത്തിൻ്റെ ഒത്തിരി വിശേഷതകളുണ്ട്. ഇതൊക്കെ പറയാൻ സമയമില്ല. എന്നാലും ആ ലില്ലിയുടെ ആ ബൾബ് പതുക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് എങ്ങനെ അത് വിടരാനായിട്ടുള്ളൊരു സമയമായി വരുമ്പോഴത്തേക്കിന് അതിൻ്റെ ആ സുഗന്ധം എത്രമാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ തന്നെ ദൈവം നിങ്ങളെ രണ്ടുപേരെയും ലില്ലി പുഷ്പങ്ങളാക്കി കർത്താവിൻ്റെ തോട്ടത്തിൽ മുന്തിരിത്തോട്ടത്തിൽ നല്ല ശോഭയേറിയ കുടുംബമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. Heartiest congratulations dear Shiju and Liji. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ദേവദാസന്മാരാണ് ഇവിടെ നടക്കപ്പെട്ട് നമ്മളെല്ലാവരും വി വർ പാർട്ടിസിപ്പേറ്റിംഗ്. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കുന്നതിൽ. ഞാൻ ഷിജുവിൻ്റെ കാര്യം ഓർക്കുമ്പം ഷിജു എൻ്റെ ഒരു ചെറിയ ഒരു യങ്ങർ ബ്രദർ പോലെ ഞാൻ കാണുന്നത്. കുമ്മനാട്ട് ബൈബിൾ കോളേജിലെ ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിൽ നന്നായിട്ട് വളരെ വിശ്വസ്തയോട് ഞാൻ വൈസ് പ്രിൻസിപ്പൽ പാസ്റ്റർ പി എം മാത്യു സാറ് വിവാഹം നടത്തി സാറ് കാര്യങ്ങൾ പറഞ്ഞു. ലോക്കൽ പാസ്റ്റർ ഷിജുവിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. പക്ഷേ ഓൾമോസ്റ്റ് 4-5 വർഷം ഞങ്ങൾ ഒന്നിച്ച് ഹെബ്രോൺ ബംഗ്ലാവിൽ താമസിക്കുകയും പഠിത്തം കൂടാതെ അനേക ചുമതലകൾ ഷിജു വളരെ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരു ചെറിയ രീതിയിൽ പോലും ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ഷിജു ഇതെന്തിന് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ വന്നു എന്ന് ചോദിക്കേണ്ട ഇട വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞു കേട്ട പോലെ അനേകം അവിടെ വരികയും അനേക ദേവദാസൻ വരികയും താമസിക്കുകയും ഒത്തിരി കാര്യങ്ങളാണ് ഇടപെട്ട ഒരു സമയമാണ്. സോ വളരെ വളരെ സന്തോഷമാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് ഈ കോവിഡ് ടൈമിൽ ഷിജു അവരുള്ളപ്പം ഷിജുവിൻ്റെ വിവാഹത്തിന് വേണ്ടി വളരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ദിവസം കാണാനൊത്തതിൽ ഐ എം റിയലി ഡിലൈറ്റഡ്. ഷിജു ചില നാളുകൾക്ക് മുമ്പ് വേറെ ഒരു ബ്രദറിനോടൊപ്പം ഓൾ ഇന്ത്യ പ്രെയർ ടൂർ നടത്തിയതാണ്. 1 year ഓൾ ഇന്ത്യ എല്ലാ
സ്റ്റേറ്റ്സിലും പോയി ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും ഷിജു ആൻഡ് ലിജി ഒന്നിച്ച് ഏത് സ്ഥലത്താണ് നിങ്ങൾ പോയി ശുശ്രൂഷ ചെയ്യേണ്ടതെന്നുള്ളത് ഇനി ഡിസൈഡ് ചെയ്താൽ മതി. ഇന്ത്യ മുഴുവനും കണ്ട് എല്ലാം നോക്കി വെച്ചിട്ടുണ്ട് ഷിജു. സോ ദൈവം വളരെ മാന്യമായിട്ട് ഒരു ബ്ലാക്ക് മാർക്ക് ഇല്ലാത്ത രീതിയിൽ പഠിക്കുമ്പോഴും ശുശ്രൂഷയിലും ചുമതലയിലും ഒക്കെ വളരെ മാന്യമായിട്ട് കർത്താവ് ഷിജുവിൻ്റെ ഓരോ ഇടപെടലും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. Lord, I come, I confess, bowing here, I find my rest. Without you, I fall apart. You're the one that guides my heart. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. Where sin runs deep, your grace is more. Where grace is found is where you are. Where you are, Lord, I am free. Holiness is Christ in me. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. So teach my soul to rise to you. When temptation comes my way, when I cannot stand, I'll fall on you. Jesus, you're my hope and stay. Lord, I need you. Oh, I need you. Every ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലാവൻ യേശു. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലാവൻ. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ. കടലെനിക്കു നൽകിടുവാൻ പല ഭാഗത്തായുണ്ടു താൻ. കടലെനിക്കു നൽകിടുവാൻ പല ഭാഗത്തായുണ്ടു താൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. അതിവത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കൃപാസനത്തോളം ഞങ്ങൾ വീണ്ടും അടുത്തു വരുന്ന കർത്താവേ, കഴിഞ്ഞ ദിനങ്ങളായി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം കർത്താവിന് പകൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവെ വിവാഹശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി നടത്താൻ കർത്താവിന് പ്രസാദം തോന്നിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് തൽക്കാലം ദൈവത്താൽ കർത്താവെ അവരൊരു കുടുംബമായി തീരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരാരംഭിച്ചിരിക്കുന്നതായി അവരുടെ ജീവിതം കർത്താവെ തുടർന്നുള്ള നാളുകളിൽ ഏറ്റവും ധനികരമായി തീരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആലോചന പറഞ്ഞു കൊടുത്തതുപോലെ ദൈവർക്ക് കർത്താവെ ആവശ്യമായ ഗൈഡൻസ് കർത്താവ് കൊടുക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന ദൈവമക്കളോട് കുടുംബത്തിലെ പ്രവേശ കുഞ്ഞുങ്ങളോട് കർത്താവിലെ രണ്ടാമതുവരെയും ഇന്നു മുതൽ ഉണ്ടായിരിക്കുമാറാകട്ടെ.